Hello friends, my name is Dr.Shameer practicing in Trivandrum for the last 5 years, and I am also the part of Dr. Junior, which is a medical entrance foundation program, and the head of Medicos, which is a hybrid learning app for medical students all over India. And in association with PSCtalks, we are conducting a course for FSO examination. Okay, the Kerala PSC announced the notification about FSO, Food Safety Officer examination, and we are on to it. Okay, so in the last class we have already discussed some of the topics which are related to properties of milk. Okay, so we are going to the next portion of that class, which is a continuation of the previous class. So those who failed to watch the first video, go and see that. And okay, we are moving on to the topic. So the properties of milk. About the physicochemical properties, these are the physicochemical properties of milk which we discussed in the last previous class. Okay, so we discussed color of milk, flavor of milk, acidity and pH. Okay, so today we are going to discuss about the specific gravity and density of milk. Okay, so the topic which we are going to discuss today is density and specific gravity of milk. So first of all, what is density and what is specific gravity? Is there any difference between these two terms, density and specific gravity? So we are looking onto it. So density is the mass per unit volume. So density is what? The mass per unit volume is called density. So as you all know, density and specific gravity are somewhat similar, but they are not one and the same. So density is a mass per unit volume. So there will be a unit for each measurement, alle. So adine elladinum oru specific units undavum. So aa oru unit volume അനുസരിച്ചിട്ടുള്ള ആ ഒരു മാസിനെയാണ്, ആ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്. whereas specific gravity is the ratio of a material's density with that of the water. Okay, സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും നമുക്ക് പറയാം. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മാസ് പെർ യൂണിറ്റ് വോള്യൂം ആണ്. അപ്പോൾ തന്നിട്ടുള്ളൊരു യൂണിറ്റ് വോള്യത്തിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ വെയിറ്റ് എത്രയാണ് അല്ലെങ്കിൽ മാസ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു വേറെ മെറ്റീരിയൽ. സോ അത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് പെർ യൂണിറ്റ് വോള്യൂം ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഗിവൻ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ദേ ആർ നോട്ട് വൺ ആൻഡ് ദ സെയിം. ക്ലിയർ? സോ അബൌട്ട് ദ ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. അപ്പോൾ മിൽക്ക് ഹെവിയർ ആണ് വാട്ടറിനേക്കാൾ എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിൽക്കിൽ എന്തടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ പഠിച്ചു. വാട്ടർ ഈസ് ദ കണ്ടിന്യൂസ് ഫേസ് ഇൻ മിൽക്ക് എന്ന് പഠിച്ചു. അപ്പോൾ വാട്ടറും കുറച്ച് മിൽക്കും എടുക്കുകയാണെങ്കിൽ ഈ വാട്ടറിൽ എന്താണ്, വാട്ടർ മോളിക്യൂൾസ് മാത്രമായിരിക്കും അടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ മിൽക്ക് എന്ന് പറയുമ്പോൾ ആ വാട്ടറിൽ എന്തൊക്കെയുണ്ട്, കുറച്ച് സോളിഡ് കണ്ടൻസും കൂടി ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെ വെയിറ്റും കൂടി നമുക്ക് വരും. അപ്പോൾ 1 ലിറ്റർ വെള്ളവും 1 ലിറ്റർ മിൽക്കും നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു മിൽക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ വിൽ ബി സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ദ മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ മിൽക്ക് ഹെവിയർ ആണ് വാട്ടറിനേക്കാൾ എന്നാണ് പറയുന്നത്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി വേരീസ് ഫ്രം 1.08 ടു 1.036 ആണ്. ദിസ് ഇസ് ദ റേഞ്ച് ഓക്കെ. സോ അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി വേരി ചെയ്യുന്ന ആ ഒരു റേഞ്ച് ആണ് ഈ പറഞ്ഞിട്ടുള്ളത് 1.028 ടു 1.036. ആ ഒരു റേഞ്ചിനുള്ളിലായിരിക്കും മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എത്ര ടെമ്പറേച്ചറിലാണ്. ഒരു ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഡെൻസിറ്റിയിലും സ്പെസിഫിക് ഗ്രാവിറ്റിയിലും ഒക്കെ ചേഞ്ചസ് വരും അല്ലേ. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താണ്, ഐസും വാട്ടറും രണ്ടിലും വാട്ടർ തന്നെയാണ്, രണ്ടിലും അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും ഡെൻസിറ്റിയിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ചാൻസസ് ആ ദേർ അല്ല, മസ്റ്റായിട്ടും വ്യത്യാസം ഉണ്ടാവും. സോ അതുകൊണ്ടാണ്. സോ അപ്പോൾ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 60 ഡിഗ്രി ഫാരൻഹീറ്റ്, അല്ലെങ്കിൽ അത് സെൽഷ്യസിൽ നമ്മൾ പറയുമ്പോൾ 15.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദ
സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഡെൻസിറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ ആണ് ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം the specific gravity of milk varies from 1.028 to 1.036 ആണ് and അത് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് അറ്റ് ടെമ്പറേച്ചർ 60 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 15.6 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡെൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഈ കാണിച്ചിട്ടുള്ള പിക്ചേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. വൺ ഈസ് ലാക്ടോമീറ്റർ, ദിസ് ഈസ് ലാക്ടോമീറ്റർ ആൻഡ് ദിസ് ഈസ് പൈക്നോമീറ്റർ എന്ന് പറയും. സോ ദിസ് ഇസ് ലാക്ടോമീറ്റർ ആൻഡ് ദിസ് ഇസ് പൈക്നോമീറ്റർ. സോ അപ്പോൾ ആ ഒരു രണ്ട് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഈ മിൽക്ക് സൊസൈറ്റീസിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു കപ്പിൽ ഒരു മിൽക്ക് നമ്മൾ കൊണ്ടുപോകുന്ന മിൽക്ക് എടുത്തിട്ട് അതിലൊരു അപ്പാരറ്റസ് ഇങ്ങനെ ഇടുന്നുണ്ടാവും അല്ലേ. സോ ഇത് ഈ കൊടുത്തിട്ടുള്ള ഈ പിക്ചറിൽ കാണുന്ന ആ ഒരു അപ്പാരറ്റസ് ആണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ പൈക്നോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ചും കൂടി പ്രൊസീജിയർ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് വാട്ടർ ബാത്തിലൊക്കെ വെച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, സോ അഡീഷൻ ഓഫ് വാട്ടർ ഡിക്രീസസ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മിൽക്കിൽ നമ്മൾ എന്താണ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, അഡീഷൻ ഓഫ് വാട്ടർ നടന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു ലാക്ടോമീറ്റർ എന്ത് ചെയ്യും, കുറച്ചും കൂടി ആഴത്തിലേക്ക് ഡിപ്പായി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ അതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു വാട്ടർ ആഡ് ചെയ്യുന്നതനുസരിച്ച് പാലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വ്യത്യാസം വരും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയിലും വ്യത്യാസം വരും. ഓക്കെ, സോ നമ്മളിപ്പോൾ നല്ല കട്ടിക്കുള്ള പാലും കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള പാലും മിൽക്കും എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ കട്ടിപ്പാലിൽ ഒരു ലാക്ടോമീറ്റർ ഇടുകയാണെങ്കിൽ ആ ഒരു ലാക്ടോമീറ്റർ അത്രയും താഴ്ന്ന് പോകത്തില്ല, അത്രയും ആഴത്തിലേക്ക് പോകത്തില്ല, അത് കുറച്ച് മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം. അതേ സമയത്ത് ഈ വാട്ടർ മിക്സ്ഡ് ആയിട്ടുള്ള മിൽക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ലാക്ടോമീറ്റർ ഇടുമ്പോഴത്തേക്കും ആ ലാക്ടോമീറ്ററിൻ്റെ ആ ഒരു വെയിറ്റ് പിടിച്ച് നിർത്താനായിട്ട് ആർക്ക് പറ്റില്ല, ആ ഒരു വാട്ടർ ആഡ് ചെയ്ത മിൽക്കിന് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ആ വാട്ടറിൽ ഡിപ്പായി പോകുന്നത് കാണാം ലാക്ടോമീറ്റർ. സോ ആസ് വി ആഡ് വാട്ടർ ടു ദ മിൽക്ക് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇറ്റ് വിൽ ഡിക്രീസ് എന്നുള്ളതാണ്. സോ ദ ഡെൻസിറ്റി, അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറിച്ച് അത്രയേ ഉള്ളൂ. സോ ഡെൻസിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഡെൻസിറ്റി വേരീസ് ഫ്രം 1.027 ടു 1.033 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് അറ്റ് 60 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 15.6 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് രണ്ടും ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള വാല്യൂസ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 1.08 ടു 1.036 ആണ് വരുന്നത്. അതേ സമയത്ത് ഡെൻസിറ്റി വരുമ്പോഴത്തേക്കും 1.027 ടു 1.033 ആണ് വരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഹാവ് നോ യൂണിറ്റ്. ഓക്കെ, so that's all about the density and specific gravity. Appo we are moving on to the next slide. The average specific gravity at 60 degree Fahrenheit. അപ്പോൾ നമുക്ക് ഓരോ മിൽക്ക്, കൗ മിൽക്ക് ഉണ്ട്, ബഫല്ലോ മിൽക്ക് ഉണ്ട്, സ്കിംഡ് മിൽക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സോ അറ്റ് 60 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അറ്റ് 60 ഡിഗ്രി ഫാരൻഹീറ്റ് ദ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കൗ മിൽക്ക് ഈസ്, നേരത്തെ പറഞ്ഞത് ഓവറോൾ എല്ലാ മിൽക്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിൽക്ക് അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എന്ന് ചോദിക്കുകയാണെങ്കിലാണ് നേരത്തെ പറഞ്ഞ വാല്യൂ 1.027 ടു 1.033 എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.028 ടു 1.030 ആണ്. ബഫല്ലോ മിൽക്കിന് കുറച്ചും കൂടി സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.030 ടു 1.032 ആണ്. അപ്പോൾ കൗ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഫല്ലോ മിൽക്കിന് എന്താണ്
കുറച്ചും കൂടി സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം. അതിന് മുന്നേ സ്കിംഡ് മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1.035 to 1.037 ആണ്. ഓക്കെ, സോ ദ സ്പെസിഫിക് ഗ്രാവിറ്റി അറ്റ് 60 ഡിഗ്രി ഫാരൻഹീറ്റ് ഓഫ് കൗ മിൽക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1.028 to 1.030 ആണ്. ബഫലോ മിൽക്കിൻ്റെത് 1.030 to 1.032 ആണ്. സ്കിംഡ് മിൽക്കിൻ്റെ ആണെങ്കിൽ 1.035 to 1.037 ആണ്. ഓക്കെ, അത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു പോർഷനാണ്. ആൻഡ് ചെറിയ ചെറിയ സ്ലൈഡ് ഓൺലി ദർ ഈസ് എ സ്ലൈഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് വാല്യൂസ്. സോ അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസിൻ്റെ വെയിറ്റും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കണ്ടൻസ് ഓഫ് മിൽക്ക്, അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചു, എന്തൊക്കെയാണ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള കോമ്പണൻസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കോമ്പണൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ. വാട്ടർ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീനിൽ മേജർ പ്രോട്ടീൻ വിച്ച് ഇസ് പ്രസന്റ് ഇൻ മിൽക്ക് ഏതാണ്? കേസിനാണ്. അതുപോലെ തന്നെ വേ പ്രോട്ടീൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. SNF സോളിഡ് നോൺ ഫാറ്റ് കണ്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോളിഡ് നോൺ ഫാറ്റ് കണ്ടൻസ് എന്ന് പറയുമ്പോൾ ഫാറ്റ് അല്ലാതെ ബാക്കി അടങ്ങിയിട്ടുള്ള ആ ഒരു സോളിഡ് കോമ്പണൻസിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി വി കോൾഡ് as SNF അല്ലേ. സോ അതേതൊക്കെയാണ്? ലാക്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ മിനറൽ സോൾട്സ് ഉണ്ട്, പിന്നെ സിട്രേറ്റ് ഉണ്ട്, ആസിഡ് ഫോസ്ഫറ്റേസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ആ ഒരു SNF എന്ന് പറയുന്നത്. പിന്നെ ഫാറ്റ് ഉണ്ട്. ഓക്കെ, അതല്ലാതെ ലാക്ടോസിലെ മിനറൽ സോൾട്സിൻ്റെയും തനിയെ നമ്മൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിൽ ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ pH പറഞ്ഞ പോലെ തന്നെ വാട്ടറിൻ്റെ pH 7 ആണ് അല്ലേ. pH ഓഫ് വാട്ടർ 7 ആണ്. ദാറ്റ് ഇസ് എ ന്യൂട്രൽ pH ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും സ്പെസിഫിക് ഗ്രാവിറ്റി 1.000 ആണ്, 1 ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 1 ആണ്. ഫാറ്റ് നോക്കുമ്പോഴത്തേക്കും ഫാറ്റ് 0.93 ആണ്, 1 പോലും ഇല്ല, 1നും താഴെയായിട്ടാണ് ഫാറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ വെള്ളത്തിൽ ഒരു കുറച്ച് നമ്മൾ ഫാറ്റ് എടുത്ത് ഇടുകയാണ് അല്ലെങ്കിൽ നെയ്യ് എടുത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. വൈ? ബിക്കോസ് ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് പാർട്ടിക്കിൾ ആണ്. ഓക്കെ, ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് മിൽക്ക്. സോ ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ്. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് മിൽക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫാറ്റ് ആണ്. സോ അവിടെ നമുക്ക് പറയാനുള്ള ഒരു വേറെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുന്തോറും സോ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ കുറവ് വരും. സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. സോ അപ്പോൾ ഫാറ്റ് ലൈറ്റ് ആണ്, അപ്പോൾ ഫാറ്റ് ഇങ്ങനെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലാക്ടോമീറ്റർ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലാക്ടോമീറ്ററിനെ സോ ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് മെറ്റീരിയൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുമ്പോഴത്തേക്കും ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാനുള്ള ചാൻസസ് ആർ ദെയർ. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലൈറ്റസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് മിൽക്ക് എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 0.93 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഫാറ്റ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാനുള്ള ഒരു മേജർ റീസൺ. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്കിംഡ് മിൽക്കിനാണ് നോർമൽ കൗ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും എന്താണ് കൂടുതലാണ് ആരുടെ? സ്കിംഡ് മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കിനെയാണ് നമ്മൾ സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ഇവിടെ ഉള്ള ഫാറ്റ് കണ്ടന്റിനേക്കാളും ഇവിടെ എന്താണ്? ഫാറ്റ് കണ്ടന്റ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. മനസ്സിലായല്ലോ? സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫാറ്റ് കൂടുതലാണെങ്കിൽ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുകയും ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള സ്കിംഡ് മിൽക്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയും ചെയ്യും. ക്ലിയർ? യെസ്. പിന്നെ SNFൻ്റെ പ്രോട്ടീൻസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ 1.346 ആണ്. ലാക്ടോസിൻ്റെ 1.666, പിന്നെ SNFൻ്റെ 1.616 ആൻഡ് സോൾട്സ് മിനറൽ സോൾട്സിന് 4.12 ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ്
ഡിഫറെൻറ്റ് കണ്ടൻസ് ഓഫ് മിൽക്ക്. അപ്പോൾ നമുക്കറിയാമോ ഇത്രയും കണ്ടൻസ് നമ്മുടെ വാട്ടറിലുണ്ട്, മിൽക്കിലുണ്ട്. അപ്പോൾ വാട്ടർ ഇസ് എ കണ്ടിന്യൂസ് ഫേസ്. അതിലാണ് ഈ ബാക്കിയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ മിക്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസോൾവ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഫാറ്റ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അതിൽ 0.93 ആണ്. ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് കണ്ടന്റ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ മിൽക്ക് ആൻഡ് ഫാറ്റ് ഇൻ കൂടുന്തോറും നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ കുറവ് സംഭവിക്കും. ഓക്കെ, സോ പിന്നെ പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ 1.36 ആണ്, 1.346 ആണ്. ലാക്ടോസ് 1.666, SNF 1.616 ആൻഡ് സോൾട്സ് നോക്കുമ്പോഴത്തേക്കും 4.12 ആണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, സോ വേറൊരു പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു, കൗ മിൽക്കിൻ്റെയും സ്കിംഡ് മിൽക്കിൻ്റെയും ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയിലുള്ള ഡിഫറൻസ്. കൗ മിൽക്കിൽ ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, സോ അതുകൊണ്ട് അവിടെ കുറവാണ്. സ്കിംഡ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫാറ്റ് കണ്ടന്റ് റിമൂവ് ചെയ്ത മിൽക്കാണ്, സോ അതുകൊണ്ട് തന്നെ അവിടെ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. സോ ദാറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്കിംഡ് മിൽക്ക് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ഫ്രഷ് കൗ മിൽക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വേരിയേഷൻ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസസ് ബൈ ആഡിങ് സ്കിം മിൽക്ക് ഓർ റിമൂവൽ ഓഫ് ഫാറ്റ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. സ്കിം മിൽക്ക് എന്ന് വെച്ചാൽ എന്താണ്? സിംപ്ലി ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കാണ്. അപ്പം നമ്മളൊരു മിൽക്ക് എടുത്തിട്ട് നോർമലി ഇപ്പം നമ്മൾ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ പോകുന്ന മിൽക്കിൽ അവിടെ എന്തെങ്കിലും അഡൾട്രേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷൻ നടന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെൻസിറ്റി നോക്കും അല്ലേ. സോ ഡെൻസിറ്റി നോക്കുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കൂട്ടാൻ പറ്റിയ ട്രിക്കുകളാണ് ഈ പറയുന്നത് കേട്ടോ. സ്കിംഡ് മിൽക്ക് ആഡ് ചെയ്യുക. സ്കിംഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിലുള്ള ഫാറ്റ് കണ്ടന്റ് കുറയും. അതായത് നേരെ വേറൊരു രീതിക്ക് പറയുകയാണെങ്കിൽ സോളിഡ് കണ്ടൻസ് കൂടുകയും, സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള മിൽക്കിലും നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും, ഇൻക്രീസസ്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസസ് ബൈ ആഡിങ് സ്കിം മിൽക്ക് ഓർ റിമൂവൽ ഓഫ് ഫാറ്റ് ആൻഡ് ഡിക്രീസസ് ബൈ ആഡിങ് വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. അവിടെ ഡൈല്യൂഷൻ ആണ് നടക്കുന്നത് അല്ലേ. സോ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വാട്ടർ കണ്ടന്റ് കൂടുകയും സോളിഡ് കണ്ടൻസ് കുറയുകയും ചെയ്യും, പ്രൊപ്പോർഷൻ. സോ അതുകൊണ്ട് തന്നെ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? സ്പെസിഫിക് ഗ്രാവിറ്റി കുറയാനുള്ള ചാൻസസ് ആർ ദെയർ. അതുപോലെ തന്നെ ക്രീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഫാറ്റ് കണ്ടൻസ് ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഫാറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. സോ ദാറ്റ് ഈസ് ദ തിങ്. ആൻഡ് ബഫലോ മിൽക്ക് കണ്ടെയ്ൻ മോർ ഫാറ്റ് അല്ലേ. നമുക്കറിയാം കൗ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഫലോ മിൽക്കിലുള്ള ഫാറ്റ് കണ്ടന്റ്, കൊഴുപ്പ് കൂടുതലാണ് ഇവിടെ ബഫലോ മിൽക്കിൽ അല്ലേ. സോ അപ്പോൾ എന്നിട്ടും അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഹയർ ആവാനുള്ള ചാൻസ് ഇപ്പം നമ്മൾ നോക്കി, ഇതിൻ്റെ പ്രീവിയസ് ഇതിൽ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൗ മിൽക്കിനാണ് ഏറ്റവും കുറവ് സ്പെസിഫിക് ഗ്രാവിറ്റി, അതിന് ബഫലോ മിൽക്കിന് കുറച്ചുകൂടി കൂടുതലാണ്, സ്കിംഡ് മിൽക്ക് അതിനേക്കാളും കൂടുതലാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫാറ്റ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്, ഫാറ്റ് കണ്ടന്റ് കൂടുന്നതനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും എന്നാണ്. പക്ഷേ കൗ മിൽക്കിനേക്കാളും ബഫലോ മിൽക്കിന് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. ഈവൻ ദോ എന്താണ് നമുക്ക് ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഹയർ ആണ് എന്നുള്ളതിൻ്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ഹൈ സോളിഡ് കണ്ടൻസ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് ഇവിടെ കൂടുതൽ ആണെങ്കിൽ പോലും സോളിഡ് കണ്ടൻസ് മീൻസ് കൗ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ് കണ്ടൻസ് ബഫലോ മിൽക്കിൽ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചേഞ്ച് വന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബഫലോ മിൽക്ക് കണ്ടെയ്ൻ മോർ ഫാറ്റ് അല്ലേ. കൗ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ബഫലോ മിൽക്കിൽ കൂടുതൽ ഫാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് അനുസരിച്ച് ഫാറ്റ് കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയണം. പക്ഷേ ബഫലോ മിൽക്കിന് കൗ മിൽക്കിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണെങ്കിലും അതിനേക്കാളും കൂടുതലാണ് ആര്? സോളിഡ് കണ്ടൻസ് ഇൻ ബഫലോ മിൽക്ക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് സോളിഡ് കണ്ടൻസ് കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. ക്ലിയർ? സോ ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സും കൂടി ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് പോർഷൻ ഓഫ് മിൽക്ക് എന്ന് നമ്മൾ പറഞ്ഞു, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് മിൽക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫാറ്റ് ആണ്. വിച്ച് ഇസ് ദ മേജർ പ്രോട്ടീൻ പ്രസന്റ് ആയിട്ടുള്ളത് ഏതാണ് മിൽക്കിൽ? ഇന്നലത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. മേജർ പ്രോട്ടീൻ ഏതാണ്? കേസീൻ ആണ്. ഓക്കെ, കേസീൻ ആണ്, മറന്നു പോകരുത്. സോ മേജർ പ്രോട്ടീൻ വിച്ച് ഇസ് പ്രസന്റ് ഇൻ മിൽക്ക് ഈസ് കേസിൻ ആണ്. അതുപോലെ ലൈറ്റസ്റ്റ് പോർഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. അതുപോലെ മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീൻ തന്നെ ഏത് തന്നെയാണ്? കേസിൻ തന്നെയാണ്. അപ്പോൾ മേജർ പ്രോട്ടീനും മോസ്റ്റ് അബൻഡന്റ് പ്രോട്ടീനും സെയിം തന്നെയാണ്, കേസിൻ ആണ്. അതുപോലെ മോസ്റ്റ് അബൻഡന്റ് SNF നമുക്കറിയാം സോളിഡ് നോൺ ഫാറ്റ് കണ്ടന്റ് ആണ്. അത് ലാക്ടോസ്, സിട്രേറ്റ്, ആസിഡ് ഫോസ്ഫേറ്റേസ് അങ്ങനെ എല്ലാം മിനറൽ സോൾട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ SNFൽ ഏറ്റവും അബൻഡന്റ് ആയിട്ടുള്ള
SNF കോമ്പനൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്ടോസ് ആണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ മിൽക്ക് ഈസ് ദ പൂവർ സോഴ്സ് ഓഫ് ഏതാണ്? അയൺ ആൻഡ് വിറ്റമിൻ സി. അപ്പോൾ നമുക്ക് മിൽക്കിലുള്ള പൂവർ സോഴ്സ്, ഏറ്റവും പൂവറസ്റ്റ് സോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് ഈസ് ദ പൂവറസ്റ്റ് സോഴ്സ് ഓഫ് അയൺ ആൻഡ് വിറ്റമിൻ സി ആണ് എന്ന് ഓർക്കുക. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ കുറവാണ് എന്ന് ഓർക്കുക. ആൻഡ് എക്സലൻറ്റ് സോഴ്സ് ഓഫ് ട്രിപ്റ്റോഫാൻ ആണ്, ട്രിപ്റ്റോഫാൻ. ഓക്കെ, സോ മിൽക്ക് ഈസ് എൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്രിപ്റ്റോഫാൻ ആണ് എന്ന് ഓർക്കുക. സോ ദീസ് ആർ സം പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.